ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് തർക്കപരിഹാര കോടതിയുടെ ഒക്കെ ഉപഭോക്തൃ തർക്കപരിഹാര കോടതിയുടെ ഒക്കെ ഒരു ഉത്തരവുണ്ടായതാണ്. പിഴ ഈടാക്കുന്ന സംഭവമൊക്കെ ഉണ്ടായതാണ്. സർക്കാർ തന്നെ ഇത്തരത്തിൽ അത് പൊതുജനങ്ങൾക്കായി ഉപയോഗിക്കാൻ ഈ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികളൊക്കെ നൽകണമെന്നുള്ള തരത്തിൽ നിർദ്ദേശമൊക്കെ നൽകിയതാണ്. അതിനുകൂടിയുള്ള ഒരു തിരിച്ചടിയായി മാറുകയാണല്ലോ ഇപ്പോഴത്തെ ഇടക്കാല ഉത്തരവ്. ശ്രീ ഡിജോ കാപ്പൻ, അല്ല, ഞാനിപ്പം ഇതിനകത്ത് ഇവര് പെട്രോളിയം ഉപഭോക്താക്കളുടെ സംഘടന കൊടുത്ത പ്രയർ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് അവര് പറയുന്നത് പെട്രോൾ അടിക്കാൻ വരുന്ന ആളുകൾ ഇത് ഉപയോഗിച്ചാൽ അവിടെ അപകടമുണ്ടാകുകയില്ല, ഇത് ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ടെന്ന് പറയും. ആ വാദം ഒരിക്കലും നിലനിൽക്കുന്നതല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പെട്രോൾ അടിക്കാൻ പോകുമ്പം ഞാൻ ആ ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ അപകടം ഉണ്ടാകില്ല. അല്ലാത്തപ്പം ഞാൻ ചെന്ന ആ ടോയ്ലറ്റിൽ ഇരുന്നുകൊണ്ട് ഒരു സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവിടെ അപകടം ഉണ്ടാകും. അത് എന്തായാലും ഉണ്ടാകും. അപ്പൊ എനിക്ക് പെട്രോൾ പമ്പ് ഉടമകളോട് പറയാനുള്ള ഒരു കാര്യം, കേരളത്തിലെ ഏതാണ്ട് 1,68,00,000 വാഹനങ്ങളുണ്ട്. ഇവിടെ ഏതാണ്ട് 3.25 കോടി ജനങ്ങളുള്ളതിൽ ഏതാണ്ട് 10-75 ലക്ഷം ആളുകൾ സ്ഥലത്തുമില്ല. അപ്പൊ ഏതാണ്ട് ഒരു 2 പേർക്ക് ഒരാൾ വെച്ച് ഇവിടെ വാഹന ഉടമകളാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഉടമകള് ആ പമ്പിൽ ചെല്ലാൻ നിർബന്ധിതരായി തീരും. അപ്പം അവരെ പിണക്കി വിട്ടു കഴിഞ്ഞാൽ അവരുടെ കച്ചവടം തന്നെയായിരിക്കും കുറയുന്നത്. മാത്രമല്ല, ഇതിനകത്തൊക്കെ ഒരു മാനുഷിക പരിഗണന വേണം. നമ്മുടെയൊക്കെ ഹൈവേകളിലൊന്നും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഒന്ന് മൂത്രമൊഴിക്കണം എന്ന് തോന്നിയാൽ അതിനുള്ളൊരു ഫെസിലിറ്റി ഇല്ല. പുരുഷന്മാരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മരത്തണലിൽ മാറി നിന്ന് വേണമെങ്കിൽ കാര്യങ്ങൾ നടത്താൻ പറ്റും. അപ്പൊ സ്ത്രീകളെ പോലെയുള്ള ആളുകളെ അങ്ങനെ തടയുന്നത് ഒരു മനുഷ്യത്വരഹിതമായ നടപടിയായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ജനങ്ങളും ഒരു ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേയിലൊക്കെ നമുക്ക് കയറിയാൽ കഴിഞ്ഞാൽ ചില ബോഗികളിലെ ബാത്റൂമിൽ കയറാൻ പോലും നമുക്ക് തോന്നില്ല. അപ്പൊ ഉപയോഗിച്ചതിന് ശേഷം ബ്രഷ് ചെയ്യാതെയൊക്കെ ഇറങ്ങിപ്പോകുന്ന ഒരു കൾച്ചറുണ്ട്. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി. ഈ ആളുകളെ പബ്ലിക്കിനും കൂടി ഇതിനൊരു അവസരം കൊടുക്കുവാനുള്ള ഒരു സന്മനസ് ഇവർ കാണിക്കണം. ഇല്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ ലൈസൻസ് പുതുക്കുന്ന സമയത്തും ലോക്കൽ ബോഡീസിന്റെയും സർക്കാരിന്റെയും NOC വേണം. ആ സമയത്ത് ഇതൊരു കണ്ടീഷനായിട്ട് വെച്ചാൽ മതി. പബ്ലിക്കിനും കൂടെ കൊടുക്കണം. അപ്പം പിന്നെ കോടതിക്ക് പിന്നെ ഇടപെടാൻ പറ്റില്ല. ഇവർ ആ കണ്ടീഷനിലാണല്ലോ ഇവർക്ക് പെർമിറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് ഒരു മാറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നന്ദി ശ്രീ ഡിജോ കാപ്പൻ. പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഇത്തരത്തിൽ ശുചിമുറികൾ തുറന്നു നൽകിയാൽ അത് പൊതു ശൗചാലയങ്ങളാണ് എന്നുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടും, അത് പമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും എന്നായിരുന്നു ഈ ഹർജി നൽകിയ സംഘടന വ്യക്തമാക്കിയത്. അതിലാണിപ്പോൾ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്.